ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ പരിപാടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ ഓൾറെഡി ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇത് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എൻ്റെ ഒരേ ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ബ്ലഷും ഐ ഷാഡോ ഒക്കെയാണ്. സോ ഇതാണ് അതിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എനിവേ ദിസ് ഇസ് ദാറ്റ് ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ബ്ലഷ് ഇടാം. ബ്ലഷ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെയാണ് കേട്ടോ ഇടൽ. അങ്ങനെ എൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള മേക്കപ്പ് ഒന്നുമല്ല, ഞാൻ വെറുതെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. സോ ഞാൻ എൻ്റെ കണ്ണാടി അടുത്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് യൂഷ്വലി ഞാൻ ചെയ്യൽ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ വലിയൊരു കണ്ണാടിയുണ്ട്, അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഞാൻ ബ്ലഷ് ഇടൽ. എൻ്റെ ഫേസിൻ്റെ ഡിറക്ഷനൊന്നും ആരും നോക്കില്ല, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു ഇതിൽ ഞാൻ വീഡിയോ എടുത്തിരിക്കുകയാണ്. സോ ബ്ലഷ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി തുടക്കി കിട്ടും. അങ്ങനെ തന്നെ ഞാൻ അപ്പുറത്തേലും ഇടാൻ പോവുകയാണ്. സോ ഇതാ ഇങ്ങനെയാണ് ഇടൽ. ഈ ഒരു ഇതിലാണ് വരുന്നത്. ഇങ്ങനെ കുത്തായിട്ടാണ് ഇട്ടല് ഞാൻ യൂഷ്വലി. ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. പിന്നെ എൻ്റെ അനിയത്തിയുടെ ചോറൂണായതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്നു. എൻ്റെ ലിപ്സിൻ്റെ എക്സ്പ്രഷനൊന്നും നിങ്ങൾ നോക്കരുത്, ആറ്റിറ്റ്യൂഡാണോ അല്ല അങ്ങനെയൊന്നും പറയരുത് ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ഐ ഷാഡോ ഇടാം. ഇങ്ങനെയാണ് ഞാൻ ഐ ഷാഡോ ഇടൽ. ഇച്ചിരി കൂടുതലായിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടൊരു സമയത്ത്. അവസാനത്തെ അവിടെ സ്പ്രെഡിങ്ങിൽ ഇച്ചിരി ഓവറായിപ്പോയി, അതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഓക്കെ ആണെന്ന്, അപ്പോൾ ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. അതുപോലെ തന്നെ അപ്പുറത്തെ കണ്ണും ചെയ്യുന്നുണ്ട് ഞാൻ. സെയിം ആയിട്ട് തന്നെയാണ് അപ്പുറത്തെ കണ്ണും ചെയ്യുന്നത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ വാസ്ലിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ ഗെസ് നെക്സ്റ്റ് ഞാനിതാണ് ഇടാൻ പോകുന്ന കാജൽ. ലാക്മേയുടെ ഒരു നല്ലൊരു കാജലാണ് കേട്ടോ. ഇത് ഓൾറെഡി ഒന്ന് എൻ്റെക്ക് ഉണ്ടായിരുന്നു, 2 സെറ്റായിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഒന്ന് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെയാണ്. ഇതൊരു പകുതിയൊക്കെ എത്തി, പിന്നെ അനിയത്തി വന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ണെഴുതിയത്. എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണ് എൻ്റെ ഹൈലൈറ്റാണ്, എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. വ്യത്യാസമൊന്നും ഞാൻ അങ്ങനെ വായിക്കാനൊന്നും നിൽക്കില്ല, എനിക്ക് പൊതുവേ കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുപോലെ തന്നെ സെയിം ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒക്കെ ഫിനിഷായി. നെക്സ്റ്റ് ഐ ഗെസ് ഐ എം ഗോണ ഒരു ഐലൈനർ. അപ്പോൾ ഐലൈനർ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇടാം, പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട് ഗൈസ്, വലിയ കണ്ണാടി നോക്കിയിട്ട് ഇത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് ഇട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാനായിട്ടില്ല. ഞാൻ നെക്സ്റ്റ് വാസ്ലിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈപ്പാണ് കേട്ടോ, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ ഉള്ള ലിപ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറില്ല, ഞാൻ വാസ്ലിൻ മാത്രമേ ഇട്ടിട്ട് പോകാറുള്ളൂ. പക്ഷേ ഈ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ്. ഇത് മിനിസോന്ന് മേടിച്ച ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനെ കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്യാറേ ഉള്ളൂ, കാരണം ഇങ്ങനെ വെച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല ഓവറാവും ഗൈസ്. എൻ്റെ അച്ഛൻ അതുപോലെ തന്നെ നല്ല ചീത്തയും പറയും ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അതുപോലെ തന്നെ ബാക്കിയെല്ലാം പൊട്ട്, മാല, കമ്മലൊക്കെ ഇടാൻ പോവാണ്. ഞാൻ ഈ ഡ്രസ്സിന് മാച്ചായിട്ടൊരു പേളിൻ്റെ ഒരു മാലയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മാലയിട്ടു, ഞാൻ പൊട്ടും കുത്തിയിട്ടുണ്ട്. പൊട്ട് ഐ ഗെസ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു ഐലൈനറിൻ്റെ ഒരു കുത്ത് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കമ്മൽ സെറ്റാക്കണം, മുടി സെറ്റാക്കണം, കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിച്ചൊരു കമ്മൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്മലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. പക്ഷേ അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ചെറിയ പൈസേൻ്റെ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ക്വാളിറ്റി അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതെടുക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടറിയാം. വല്ലാത്തൊരു കഷ്ടപ്പാടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, എൻ്റെ കയ്യിൽ നിന്നൊക്കെ വേദനിച്ച് എനിക്ക് ഇതെടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് അവസാനം എടുത്ത് എങ്ങനെയൊക്കെയോ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഈ കമ്മലിടുമ്പോൾ എനിക്കിത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്താണ് അതിൻ്റെ പുറകിലത്തെ ആ ഒരു സംഭവം ഇട്ടുതരാൻ പറയൽ. അപ്പോൾ എങ്ങനെയൊക്കെയോ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഇപ്പോഴത്തെ കാതിലിട്ടു. ഇനി ഇപ്പുറത്തേയും കൂടി ഇടണം. അതിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇടും. ഇങ്ങനെ ആണ് ഗൈസ് ഞാൻ കമ്മലിടുക. നല്ല ഭംഗിയുള്ള കമ്മൽ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇച്ചിരി ലാഗൊക്കെ ഉണ്ടാവും, കാരണം അങ്ങനെയാണല്ലോ, ആദ്യത്തെ വീഡിയോ ആണല്ലോ. പിന്നെ ഞാൻ ബ്രേസ്ലെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം മുടിയും കൂടി സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കാണാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇപ്പോൾ ഞാൻ പുറകിലൊരു ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി, കാരണം അത് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ക്ലിപ്പും കൂടെ കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ലച്ചുട്ടീനെ കാണിച്ചു തരുന്നതായിരിക്കും. ഫൈനൽ അവൾ റെഡി ആവുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ എണിച്ച് പെട്ടെന്ന് റെഡിയായി, കാരണം അവളെ ഒരുക്കണം കുറേ പണി ഉണ്ടായിരുന്നു. മീൻസ് അവളെ ഒരുക്കലേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കൊണ്ട്. സോ അവളുടെ ലുക്ക് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അവസാനമായിട്ട് കാണിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഇനി എന്തായാലും പോവുകയാണ് ഗൈസ്. ടാറ്റാ ബൈ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഫോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ബൈ.